മാസപ്പടി വിവാദത്തിൽ വീണയെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ SFIO. മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ കമലയുടെ പെൻഷൻ പണം കൊണ്ടാണെന്ന പിണറായിയുടെ വാദം പൊളിഞ്ഞപ്പോൾ തന്നെ മുഖ്യനും കുടുംബവും പാർട്ടിയും അടക്കം എന്തൊക്കെയോ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിന്നും ജനങ്ങൾക്ക് മുൻപിൽ നിന്നും മറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്ന കാര്യം പൂർണ്ണമായും വ്യക്തമായി കഴിഞ്ഞു. മാത്രമല്ല SFIOയുടെ അന്വേഷണം KSADC വരെ എത്തിയ സ്ഥിതിക്കും വീണയെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ SFIO നടത്തുന്ന സ്ഥിതിക്കും ഏത് വിധേനയും കേസന്വേഷണം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താനുള്ള ഒരുക്കത്തിലാണിപ്പോൾ വീണ വിജയൻ. കേരളത്തിൽ തന്റെ തന്ത്രങ്ങളൊന്നും വിലപ്പോകില്ലെന്ന് കണ്ട മന്ത്രിപുത്രി ഒടുക്കം കർണാടക ഹൈക്കോടതിയിലാണ് SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുന്നത്. SFIO, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവരെ എതിർകക്ഷികളാക്കി നൽകിയ ഹർജി കോടതി ഇന്ന് പരിഗണിച്ചേക്കും. ഏതന്വേഷണവും നടക്കട്ടെ എന്ന് CPM പുറമെ നിലപാടെടുക്കുമ്പോഴാണ് അന്വേഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വീണയുടെ കമ്പനിയുടെ ഹർജി. KSADC നൽകിയ സമാന ഹർജി കേരള ഹൈക്കോടതി അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് കർണാടകയിൽ ഹർജി നൽകി. എക്സാലോജി കമ്പനിയുടെ 2021-22 ബാലൻസ് ഷീറ്റിൽ ഓഹരി മൂലധനമായി കാണിച്ചിരിക്കുന്നത് 10,000 രൂപയുടെ 10 ഓഹരികളായി 1 ലക്ഷം രൂപയാണ്. വീണ മാത്രമാണ് ഷെയർ ഹോൾഡർ. ഇതുകൂടാതെ 78.47 ലക്ഷം രൂപ ഏക ഡയറക്ടറായ വീണയിൽ നിന്ന് ദീർഘകാല വായ്പയായി കമ്പനിക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അമ്മയുടെ വിരമിക്കൽ ആനുകൂല്യത്തിൽ നിന്ന് നൽകിയതാണ് ഈ തുകയെങ്കിൽ കൈമാറിയതിനുള്ള ബാങ്ക് രേഖകൾ ഹാജരാക്കേണ്ടി വരും. പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പരസ്യ പ്രസ്താവന നടത്തിയതും കുടുംബത്തിന് തിരിച്ചടിയായി. ഇതിന്റെ അലോസരങ്ങൾ തൈക്കണ്ടി കുടുംബത്തെ ബാധിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കേസിൽ കോടതിയിൽ നിന്നും ആശ്വാസം തേടുന്നത്. ഏതായാലും വീണയുടെ ഹർജിയെ കേന്ദ്ര സർക്കാർ അതിശക്തമായി തന്നെ എതിർക്കാനാണ് സാധ്യത കൂടുതൽ. CMRL എക്സാലോജിക് പണമിടപാട് അന്വേഷിക്കാൻ ജനുവരി 31-നായിരുന്നു SFIO അന്വേഷണ സംഘം രൂപീകരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ CMRL ഓഫീസിലും ഓഹരി പങ്കാളിയായ KSADCയുടെ ഓഫീസിലും എത്തിയ സംഘം അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ പിടിച്ചെടുത്തിരുന്നു. എക്സാലോജിക്കിലാണ് ഇനി പരിശോധന നടത്തേണ്ടത്. ഈ സാഹചര്യത്തിലാണ് കർണാടകയിലെ ഹർജി. കമ്പനി രജിസ്റ്റർ ചെയ്തത് കേരളത്തിലെ അഡ്രസ്സിലാണെങ്കിലും ബംഗളൂരുവിലായിരുന്നു എക്സാലോജിക്കിന്റെ പ്രവർത്തനം. അതുകൊണ്ടാണ് കർണാടകയിൽ ഹർജി നൽകിയത്. ബംഗളൂരുവിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനി 2022-ൽ താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതിനാൽ ഏക ഡയറക്ടറായ വീണയുടെ പക്കൽ നിന്ന് മാത്രമേ ആവശ്യമായ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുള്ളൂ. ഇതിനുള്ള നീക്കം തുടങ്ങിയ സാഹചര്യത്തിലാണ് ഇന്നലെ വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. പയറ്റിയ തന്ത്രങ്ങളൊന്നും ലക്ഷ്യം കാണാതെ എല്ലാ തരത്തിലും പിണറായിയെയും കുടുംബത്തെയും പൂട്ടിയിരിക്കുകയാണ് SFIO. വീണയുടെ ചോദ്യം ചെയ്യലിലേക്ക് കൂടി കടക്കുന്നതോടുകൂടി വിഷയത്തിന്റെ ഗൗരവം കുറച്ചുകൂടി കൂടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അടക്കം വിലയിരുത്തൽ.